ഇത് പാലക്കാട് നിന്ന് വന്നിട്ടുള്ള ഒരു ഹോണ്ട CR-V ആണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പാർക്കിങ്ങിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും പുതിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്യണം, പുതിയ ടെക്നോളജിക്ക് മാറണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമ്മളതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ട് നോക്കിയാലോ? ഫ്രണ്ടിൽ നിന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ്ലി നമ്മളൊരു ലിപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒരു ഓൾ ഓവർ ലുക്കിന് തന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വണ്ടിയുടെ അടിയിൽ സ്ക്രാച്ചസ് ഒഴിവാക്കാനും ഇതൊരു സേഫ്റ്റി പ്രൊഡക്റ്റ് കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്തൊരു വൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രീമിയം വണ്ടികളുടെ ഒരു മെയിൻ സംഭവമാണ് DRL ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമ്മളത് സോൾവ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രീമിയം ടൈപ്പ് പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മൾ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ വൈറ്റ് DRL കണക്ട് ചെയ്തേക്കണത്. എന്നാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് അത് ഇൻഡിക്കേറ്ററായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഫ്രണ്ടിൽ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആൻറ്റി ഗ്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതൊരു USA പ്രൊഡക്റ്റാണ്, നല്ല അടിപൊളി കിട്ടുന്ന പ്രൊഡക്റ്റാണ്. ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മൾ ഡാഷ് കംപ്ലയിൻറ്റ് വരാതിരിക്കാനും രാത്രി ഡ്രൈവ് ചെയ്യാനും അടിപൊളിയാണ്. ബാക്കിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഈ വണ്ടിയുടെ റിവേഴ്സ് സെൻസർ ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു. നമ്മൾ സോൾവ് ചെയ്ത് റിവേഴ്സ് സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റാണ്, ഈ വണ്ടിയിൽ നമ്മളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏകദേശം ഫസ്റ്റ് ടൈം ചെയ്യുന്നൊരു വണ്ടിയാണ് ഇത്. നമ്മൾ ഫ്രണ്ടിൽ നമ്മളൊരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിററിൻ്റെ സൈഡിൽ നമ്മളൊരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി ബാക്കും ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അഗെയിൻ നമ്മളൊരു സൈഡ് കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ക്യാമറ. അപ്പോൾ നമ്മുടെ ഔട്ട്ലുക്ക് കഴിഞ്ഞു, നമുക്ക് ഇൻറ്റീരിയറിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇതിലൊരു നോർമൽ സ്റ്റീരിയോ ആയിരുന്നു. നിങ്ങളിതിൻ്റെ ഔട്ട്ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റീരിയോ ഫ്രെയിം കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ 6GB 128ൻ്റെ ഒരു പെർഫോമൻസ് ഉള്ളൊരു നല്ലൊരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. കൂടാതെ തന്നെ ഇത് പറയേണ്ട ഒരു സംഭവം, ഇതിൽ നമ്മൾ 360 ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് ഫുൾ HD ക്യാമറയാണ്. ഹൈ ക്വാളിറ്റി വിഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലേക്ക് കൺട്രോൾഡ് ആയിട്ടുണ്ട്. അതിനെടുത്ത് പറയേണ്ട ഒരു ക്യാമ്പസ് യൂണിറ്റ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പസ് യൂണിറ്റ് ഒത്തിരി സ്ഥലങ്ങളിൽ കിട്ടാൻ അവൈലബിൾ അല്ലാത്തൊരു പ്രൊഡക്റ്റാണ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇൻഫോർടൈൻ സിസ്റ്റം ഇതാണ് വരുന്നത്. ഇത് പറയേണ്ട സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 360 ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞു, പക്ക പെർഫെക്റ്റ് ആണ്. ഇതിൽ നമ്മൾ ഡോർ ഓപ്പൺ സിഗ്നൽസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഏത് ഡോറാണോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ സിഗ്നൽസ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ എടുത്ത് പറയേണ്ട സിസ്റ്റമാണ്, നമ്മൾ AC കൺട്രോളിങ് സിസ്റ്റം ഡിസ്പ്ലേ ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഓൾറെഡി നമ്മൾ 360 ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കണ്ടത്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ കിട്ടുമ്പോഴുള്ള വ്യൂ, ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ കിട്ടുമ്പോഴുള്ള വ്യൂ. ഇതാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട സംഭവം തന്നെ. കൂടാതെ തന്നെ നമുക്ക് ഇതിൽ റിവേഴ്സിൻ്റെ വ്യൂ അവൈലബിൾ ആണ്. നമ്മൾ റിവേഴ്സ് ഗിയറിലേക്ക് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക് റിവേഴ്സ് വ്യൂ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡ്രൈവ് മോഡ് ഇടുമ്പോൾ നമുക്ക് ഡ്രൈവ് മോഡിലേക്കുള്ള വ്യൂ ഓപ്പൺ ആണ്. ഇപ്പോഴത്തെ ഇവിടെ ഫുള്ളായിട്ടുള്ള ഒരു 360 വ്യൂ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ വണ്ടിയുടെ ഒരു 3D വ്യൂ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കിടക്കണമെന്ന്. ഇതിലെടുത്ത് പറയേണ്ട സംഭവം, ഇതിൻ്റെ കാലിബ്രേഷൻ 100% പെർഫെക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി ഓപ്ഷനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. സൗണ്ട് സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് DSP സെറ്റിങ്സ് പോലത്തെ ഈക്വലൈസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതിലത്തെ മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നത്. ഇതിലുള്ള പെർഫെക്റ്റ്ലി ഉള്ള ഓഡിയോ സിസ്റ്റംസ് എല്ലാം പക്കയായിട്ട് വർക്കിംഗ് ആണ്. നമുക്ക് അതിൻ്റെ വോയിസ് കൺട്രോളും സ്റ്റിയറിംഗിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗിൽ എല്ലാ കൺട്രോൾസും നമുക്ക് അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മളെ ഏറ്റവും ഹൈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ക്യാമ്പസ് യൂണിറ്റും അതുപോലെ ടെക്നോളജി ഉപയോഗിക്കുന്നത് മാത്രമാണ്. ഇനി എടുത്ത് പറയേണ്ട സംഭവമാണ് ഇതിൻ്റെ നമ്മളെ ആംബിയൻ ലൈറ്റ് എന്നുള്ള സംഭവം. ഇതിൽ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ മുകളിലും അതുപോലെ തന്നെ 4 ഡോറിലേക്കും നമ്മൾ ആംബിയൻ ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട പല വേരിയൻസിലും നമുക്കിത് അവൈലബിൾ ആണ്. കളേഴ്സിലും പല സ്പീഡിലും പല ഇതിലേക്കായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് എടുത്ത് പറയാനുള്ള സംഭവം. ഹായ്, ഗുഡ് ഈവനിങ്. ഞാനെൻ്റെ 2016 മോഡൽ ഹോണ്ട CR-Vക്കാണ് ഒരു അപ്ഗ്രേഡേഷന് വേണ്ടി ഡെൽറ്റ കാസിനെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ, 360 ക്യാമറ, പിന്നെ DRL, അങ്ങനത്തെ ചില മിസ്സിങ് ആയിട്ടുള്ള കുറച്ച് ന്യൂ ജനറേഷൻ കാറുകളിൽ കാണുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു ആവശ്യമുണ്ടായിരുന്നത്.
അതിൻ്റെ കൂടെ പിന്നെ അവർ സജസ്റ്റ് ചെയ്ത കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്തു. ഓവറോൾ നല്ല വർക്കായിരുന്നു. ക്യാമറയുടെ റെസൊല്യൂഷൻ, പിന്നെ അതുപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി, ആൻഡ്രോയിഡ് സ്റ്റീരിയോൻ്റെ അതൊക്കെ നല്ല ക്വാളിറ്റി എക്യുപ്മെൻ്റ് ആയിരുന്നു ഫിറ്റ് ചെയ്ത് തന്നിരുന്നത്. നല്ല വർക്കായിരുന്നു. This is Srijil Kalingal, your auto consultant, Delta Cars.